ഹായ് മക്കളെ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ. ഈ ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട് കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി CM അക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ORG കൂടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram MgO ബൈ ബേണിംഗ് മെഗ്നീഷ്യം മെറ്റൽ. ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, ആദ്യം ആ റിയാക്ഷൻ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എടാ, മെഗ്നീഷ്യം മെറ്റലിനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക, മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ചർച്ച. ഇങ്ങനെ ഒരു റിയാക്ഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ബാലൻസ്ഡ് ആണോ നോക്കണം. മെഗ്നീഷ്യത്തിൻ്റെ എണ്ണം ഓക്കെയാണ്, ഇവിടെ 1 അവിടെ 1 ഓക്കെയാണ്. ഓക്സിജൻ ഇവിടെ 2 അവിടെ 1, സോ ഇവിടെ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ ഒന്ന് നോക്കിക്കേടാ. മെഗ്നീഷ്യത്തിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്, ഓക്സിജൻ ഇത് 1/2 ആണ്, മെഗ്നീഷ്യം ഓക്സൈഡ് 1 ആണ്. അപ്പോൾ ഇനി ഇതവിടെ നിൽക്കട്ടെ കേട്ടോ മോനെ. ഇവിടെ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോളാണ് ചോദിച്ചത്. അഥവാ ഈ രണ്ടാൾക്കാരെ കുറിച്ചാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പോൾ അവരെ രണ്ടാളെ മാത്രം നല്ലോണം നോട്ട് ചെയ്യുക. ഇവിടെ 1/2, ഇവിടെ 1. അഥവാ മെഗ്നീഷ്യം ഓക്സൈഡ് എത്ര മോളുണ്ടോ അതിൻ്റെ പകുതി മോളാണ് ഓക്സിജൻ ഇവിടെ ആവശ്യമുള്ളത് എന്നർത്ഥം. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് എത്ര മോളുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടില്ല, വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റിനെ നമ്പർ ഓഫ് മോളിലേക്ക് മാറ്റാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് എത്രയാണ്? നമ്പർ ഓഫ് മോൾ എങ്ങനെ ഇടക്കാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ മാസ് 240 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. മെഗ്നീഷ്യത്തിൻ്റെ മാസ് 24 ആണ്, ഓക്സിജൻ്റെ മാസ് 16 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മെഗ്നീഷ്യം 24 ആണ്, ഓക്സിജൻ 16 ആണ്. അപ്പോൾ ടോട്ടൽ കൂട്ടിയാൽ 40 എന്ന് വരും. അപ്പോൾ 0 പോയി 24 എത്ര 4 ഉണ്ട് മോനെ? ടോട്ടൽ 6 മോൾ എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് 6 മോളാണെങ്കിൽ ഓക്സിജൻ എത്ര മോൾ വേണ്ടി വരും? അതിൻ്റെ പകുതി വേണ്ടി വരും, കാരണം അതിൻ്റെ റേഷ്യോ 1/2 ആണല്ലോ. ഇവിടെ 1, ഇവിടെ 1/2. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഈസ് ഈക്വൽ ടു 3 മോൾ. 3 മോൾ എന്നാണ് അതിൻ്റെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മോനെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ ആൻഡ് 71.65% ക്ലോറിൻ. ഇറ്റ്സ് മോളിക്കുലർ മാസ് 98.96. വാട്ട് ആർ ദി എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല? മോനെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും അറിയണം, 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. നമ്മൾ ഇതിൽ 2 കോൺസെപ്റ്റ് ഉണ്ട്. ആദ്യം എംപിരിക്കൽ ഫോർമുല കാണണം, പിന്നെ മോളിക്കുലർ ഫോർമുല കാണണം. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കാണാനുള്ള മെത്തേഡ് ഞാൻ ആദ്യം ബോർഡിൽ എഴുതാം. ഈ കാണുന്ന ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം. എലമെൻറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്, പിന്നെന്താ ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ. ഓക്കെ, ആൻഡ് ഫൈനലി എംപിരിക്കൽ ഫോർമുല. ഈ 5 ഹെഡിങ് ഉള്ള ഈ ടേബിൾ ഒന്ന് നിങ്ങൾ കാണാൻ പഠിക്കണം. ഈ ടേബിളിൻ്റെ ഹെഡിങ്സ് നിങ്ങൾ കാണാൻ പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ എലമെൻ്റൊക്കെ ആദ്യം തന്നെ എടുത്തെഴുതുക. കാർബണും ഹൈഡ്രജനും ക്ലോറിനും ഉണ്ട് അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇനി അവരുടെയൊക്കെ പെർസെൻറ്റേജ് എടുത്തെഴുതുക. കാർബൺ എത്രയാണ് പറഞ്ഞത്? 24.27. ഹൈഡ്രജൻ എത്രയാടാ പറഞ്ഞത്? 4.07. ക്ലോറിൻ എത്രയാടാ പറഞ്ഞത്? 71.65. ഓക്കെ, ഡിവൈഡ് ബൈ അറ്റോമിക് നമ്പർ. ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ 24.27നെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. ഇവിടെ എത്രയാ? 4.07 ഡിവൈഡഡ് ബൈ 1. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1. 71.65 ഡിവൈഡഡ് ബൈ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5. നിങ്ങൾ ഇതിലാകെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളത് ഈ അറ്റോമിക് മാസിൻ്റെ വാല്യൂ മാത്രമാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഈ ഒരു അറ്റോമിക് മാസും ഈ ഒരു ഹെഡിങ്ങും ഉണ്ടെങ്കിൽ ഈ 3 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാങ്ങാം. മോനെ, 24.27 അപ്രോക്സിമേറ്റ്ലി അത് 2 ആണ്. 2.1 2.01 സംതിങ് ഒക്കെ ഉണ്ടാകും. ഇവിടെ അപ്രോക്സിമേറ്റ്ലി ദിസ് ഈസ് 4.07 എന്നാണ്. 4 പോയിൻറ്റ് ഞാനത് 4 ആക്കി. 71.65 ഡിവൈഡ് ബൈ 35. ദാറ്റ്സ് ഓൾസോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. സോ ഇതിൻ്റെ ഒക്കെ വാല്യൂ കാൽക്കുലേറ്റർ ഞെക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് വാല്യൂ കിട്ടും. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് റഫായിട്ട് എഴുതിയതാണ്. ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ. എടാ, ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ അല്ലേ 2, 4, 2. ഒന്നുകൂടെ അടുത്ത് എഴുതാം. 2, 4, 2. അതിനൊക്കെ ഇതിലേറ്റവും ചെറുത് ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിലേതാ ചെറുത്? 2 അല്ലടാ ചെറുത്. സോ 2 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ കിട്ടിയ? ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും.
സോ എംപിരിക്കൽ ഫോർമുല കിട്ടി. കാർബണിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ എണ്ണം 2, ക്ലോറിൻ്റെ എണ്ണം 1. സോ CH2Cl എന്നാണ് അയാളുടെ എംപിരിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോർമുല കാണാനുള്ള മെത്തേഡ് പഠിച്ചു. ഇനി അതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കാണാൻ എങ്ങനെയാണ്? എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. കാണാതെ പഠിക്കണം, 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ക്ലബ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല നമുക്കിപ്പോൾ കിട്ടി CH2Cl ഇൻറ്റു മോളാർ മാസ്. ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിട്ടുണ്ടാകും, ഇതാ 98.96, ഇതാ ഞാൻ എടുത്തെഴുതി 98.96 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഈ കാണുന്ന ആൾക്കാരുടെ ടോട്ടൽ മാസ്. എംപിരിക്കൽ ഫോർമുല ഇതാണല്ലോ അയാളുടെ മാസ്. അപ്പോൾ CH2Cl ടോട്ടൽ മാസ് കാർബൺ 12, ഹൈഡ്രജൻ 2 2, ക്ലോറിൻ 1 35.5. അപ്പോൾ ടോട്ടൽ കൂട്ടി നോക്കടാ, 35.5 2 37.5, ടോട്ടൽ 49.5 എന്ന് വരും. അപ്പോൾ കണ്ടാൽ അറിയാലോ ഇതിൻ്റെ ഡബിളാണ് ഇയാൾ 2. കട്ടായി പോയാൽ മുകളിൽ 2 എന്ന് വരും. CH2Cl 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തത്തിൽ ഇതിലുള്ള എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, C2H4Cl2. ഇതാണ് ഇയാളുടെ മോളിക്കുലാർ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാത്രം കാണാനുള്ള ക്വസ്റ്റ്യൻ 3 മാർക്കിനും മോളിക്കുലാർ ഫോർമുല കാണാനുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിനും രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു 4 മാർക്കിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. കേരളത്തിൽ ഏറ്റവും മികച്ച വിജയം എന്ന് പറഞ്ഞൊരു സ്ലൈഡ് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. കുടുങ്ങിയ സ്ഥിതിക്ക് ഞാനത് പറഞ്ഞുതരാം. എടാ, ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത 1200 പേരിൽ 770 ആളുകൾക്ക് ഫുൾ A+ വാങ്ങിക്കൊടുക്കാൻ കേരളത്തിൽ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അത് CM അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. 150 മുതൽ 200 വരെ ഫുൾ മാർക്കാണ് ഏകദേശം കേരളത്തിൽ ഒരു വർഷം ഉണ്ടാവാറുള്ളതിൽ 24 ആളുകൾ ഞങ്ങളെ സ്റ്റുഡൻസാണ്. CM അക്കാഡമിയെ നിങ്ങൾ ഇപ്പോഴായിരിക്കും അറിയണേ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വരാൻ കഴിയുക. ഞങ്ങൾ ബാക്കി ഒരുപാട് കാട്ടിക്കൂട്ടലുകളില്ല. ഞങ്ങളടുത്ത് പഠിക്കുന്നവരെ പൊന്നുപോലെ നോക്കും. അവസാനത്തിൽ അവർ സൂപ്പർ ഹാപ്പി ആയിരിക്കും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഗുണം കിട്ടുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ +2 സയൻസ് ട്യൂഷൻ കംപ്ലീറ്റ്ലി എൻട്രൻസ് ഓറിയൻറ്റഡ് ഇൻക്ലൂഡിങ് എൻട്രൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഒരു മാസം 399 രൂപയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും കിഡിലൻ ക്ലാസ്സുകളുള്ള ഒരു സ്ട്രക്ചേർഡ് കോഴ്സ് നിങ്ങൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും കിട്ടില്ല. വേഗം ഓടിവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേടാ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആർ ദി ബേസിസ് ഓഫ് അറ്റോമിക് തിയറി. ഡയലോഗ് എന്തോ ആയിക്കോട്ടെ. നെയിം ദി ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദി പെയർ ഓഫ് കോമ്പൗണ്ട്സ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. എടാ, 2 കോമ്പൗണ്ടുകളുണ്ട്. ആ 2 കോമ്പൗണ്ടിലും സെയിം എലമെൻറ്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ 2 സെറ്റ് ഓഫ് ഒരു പെയർ തന്നു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ പേരെന്താടാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. 3 നിയമം നിങ്ങൾക്ക് അറിയണമല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പിന്നെ ഗാലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇവിടെ ചോദിച്ചത് ആദ്യം മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാം കൂടി ഇവിടെ പറഞ്ഞു തീർക്കാം. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ എന്നടാ പറയണേ? 2 കോമ്പൗണ്ടുകളിൽ സെയിം എലമെൻ്റ് ആണെങ്കിൽ അതിലെ ഇവിടെ നോക്കിക്കേ, കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ആരുടെ എണ്ണം സെയിമാ? കാർബണിൻ്റെ എണ്ണം സെയിമാ. രണ്ടാമത്തെ ആൾ വ്യത്യാസം വരുന്ന ആൾ ഓക്സിജനാ. ആ വ്യത്യാസം വരുന്ന ആളുടെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അഥവാ ഇതിൻ്റെ എണ്ണം എത്ര? 1, ഇതിൻ്റെ എണ്ണം എത്ര? 2. അപ്പോൾ 1:2 എന്ന സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന നിയമത്തിൻ്റെ പേരാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. If two elements combine together to form different compounds, അല്ലെങ്കിൽ 2 compounds are made up of same elements, ratio of one element that combines with the fixed mass of other element will be a simple whole number ratio. നമ്മുടെ 1 ഷോട്ട് വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം, പഠിച്ചു വെച്ചേക്കുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. 2 ഇമ്പോർട്ടൻറ്റ് ഡയലോഗാണ് കൺസർവേഷൻ ഓഫ് മാസിനുള്ളത്. എന്താണ് മോനെ? ഒന്നാമത്തെ ഡയലോഗ്, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. രണ്ടാമത്തത്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. സാറേ ഒരു പാസ് മാർക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇതൊന്നും എനിക്കറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് എൻ്റെ കൂടെ മുന്നോട്ട് പോവാം. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram NaOH in 500 ml of water. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ W2 × 1000 ഡിവൈഡഡ് ബൈ M2 × W1. W2 എന്ന് പറഞ്ഞാൽ W1 അല്ല, വോളിയം ഇൻ മില്ലി ലിറ്റർ.
W2 സൊല്യൂട്ടിൻ്റെ മാസ് എത്ര ഇവിടെ തന്നത് 8 ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 മോളാർ മാസ് ഓഫ് NaOH. ഇതാണ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. സോഡിയം 23 ആണ്, ഓക്സിജൻ 16 ആണ്, ഹൈഡ്രജൻ 1 ആണ്. ടോട്ടൽ കൂട്ടി നോക്കിക്കേടാ 16 ആണ്. ടോട്ടൽ കൂട്ടി നോക്കിയാൽ 40 എന്ന് വരും. ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ 500 ml വാട്ടർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ സിമ്പിൾ. കട്ടായിപ്പോയി. ഇതാ എന്തായി 500ഉം 1000ഉം കട്ടായിപ്പോയാൽ മുകളിൽ 2 എന്ന് വരും. ശരിയല്ലേടാ? 8ഉം 40ഉം കട്ടായിപ്പോയാൽ താഴെ 5 എന്ന് വരും. ഓക്കെ. സോ ദി വാല്യൂ ഇസ് 2/5. 2/5 എന്ന് പറഞ്ഞാൽ 0.4 എന്നാണ് ആൻസർ. കാൽക്കുലേറ്റർ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക. 20/5 ആണെങ്കിൽ 4 ആയിരിക്കും. ഇത് 2/5 ആയതുകൊണ്ട് 0.4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കോമ്പൗണ്ട്സ് നെയിംലി വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ തന്നെ മനസ്സിലായി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. കാരണം എന്താ, ഒരേ എലമെൻറ്റുകൾ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് തരുന്നു. സ്റ്റേറ്റ് ആൻഡ് ഇല്യൂസ്ട്രേറ്റ് റിലേറ്റഡ് ലോ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ലോ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജൻറ്റ്? എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് തീരുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. പഠിച്ചു വെച്ചു. ദ റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അറിയാത്തവർ എഴുതി വെക്കണേ. റിയാക്റ്റൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് തീരുന്നവനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. 28 ഗ്രാം നൈട്രജൻ ഈസ് മിക്സ്ഡ് വിത്ത് 12 ഗ്രാം ഹൈഡ്രജൻ ടു ഫോം അമോണിയ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണ്? ഞാൻ ആ റിയാക്ഷൻ ഇവിടെ എഴുതുകയാണേ. ഹേബർ പ്രോസസ്സ് നിങ്ങൾക്കറിയാലോ. N2 + 3H2 gives 2NH3. നിന്നോട് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ കാണാനുള്ള എളുപ്പവഴി ഞാൻ പഠിപ്പിച്ചുതരാം. അതിന് ഞാൻ പറയും പോലെ എഴുതണേ. ആദ്യം റിയാക്ഷൻ എഴുതുക, അത് ബാലൻസ്ഡ് ആണെന്ന് ഉറപ്പിക്കുക. ഇതിപ്പോൾ ബാലൻസ്ഡ് ആണ്. എന്നിട്ട് അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി എഴുതുക. സ്റ്റോയിഷ്യോമെട്രി എന്താ? സ്റ്റോയിഷ്യോമെട്രി എന്നറിയോ? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂവിലേക്ക് നോക്കണ്ട. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. 28 ഗ്രാം നൈട്രജൻ 12, അതൊന്നും ഇപ്പോൾ നോക്കണ്ട. ആദ്യം ഇതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി എഴുതേണ്ടത്. എന്താ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആളുകളുടെ മാസ് ആദ്യം എഴുതുക. നൈട്രജൻ്റെ മാസ് 14 ആണ്. 2 നൈട്രജൻ 28. ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അപ്പോൾ ഇവിടെ 6 ഹൈഡ്രജൻ, ടോട്ടൽ 6. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരെയെന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാര്യം പ്രൊഡക്റ്റ് ഒരിക്കലും ലിമിറ്റിംഗ് റിയേജൻറ്റ് ആവില്ലല്ലോ. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് ആണ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എത്രയാടാ? 28 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും. അതിവിടെ എടുത്തെഴുതി 28ഉം 12ഉം. ഇനി നിങ്ങൾ ഇതിപ്പോൾ 28ഉം 6ഉം 12 ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാത്ത വളരെ കുനിഷ്ഠ സംഖ്യകളൊക്കെ തന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കാണാനുള്ള വഴി ഇതാണ്. നിങ്ങൾ ഇങ്ങനെ താഴെ ഇങ്ങനെ എഴുതുക. ലിമിറ്റിംഗ് റേഷ്യോ എന്ന് എഴുതുക. ലിമിറ്റിംഗ് റേഷ്യോ അതെന്താ പരിപാടിയാണ്? നമ്മളെ മാത്രം ഒരു പരിപാടിയാണ്. നൈട്രജൻ്റെ ലിമിറ്റിംഗ് റേഷ്യോ എഴുതുക. ഹൈഡ്രജൻ്റെ ലിമിറ്റിംഗ് റേഷ്യോ എന്താണ് ഈ ലിമിറ്റിംഗ് റേഷ്യോ എന്നറിയോ? താഴെയുള്ളത് ഡിവൈഡഡ് ബൈ മുകളിലുള്ളത്. മറക്കരുതേ, താഴെയുള്ളത് ഡിവൈഡ് ബൈ മുകളിലുള്ളത്. താഴെയുള്ളത് എത്ര? 28 ഡിവൈഡഡ് ബൈ മുകളിലുള്ള എത്ര? 28. സോ ദി ആൻസർ ഈസ് 1. ദിസ് ഈസ് ദി ലിമിറ്റിംഗ് റേഷ്യോ ഓഫ് നൈട്രജൻ. താഴെയുള്ളത് ഓഫ് ഹൈഡ്രജൻ 12 ഡിവൈഡഡ് ബൈ മുകളിലുള്ളത് ഓഫ് ഹൈഡ്രജൻ 6. 12/6 2. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇവിടെ 12ന് പകരം ഏതെങ്കിലും വൃത്തിയായിട്ട നമ്പർ ആണെങ്കിലും നിങ്ങൾ ബാക്കിയുള്ളവർ ഇടങ്ങാറാവുമ്പോൾ വിയർക്കുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സിമ്പിളായിട്ട് കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ 28/28 12/6 ഇതാണ് ഇവരുടെ ലിമിറ്റിംഗ് റേഷ്യോ. ഇതിലേതാണോ ചെറുത് അവനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആരാടാ ചെറുത്? 1 അല്ലേ ചെറുത്? സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ഈക്വൽ ടു നൈട്രജൻ. ഇങ്ങനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മോൾ കോൺസെപ്റ്റ് ഹെൽപ്സ് ഡിഫൈൻ 1 മോൾ. എന്താണ് 1 മോൾ? 2 ഡയലോഗ് അവിടെ പറയണേ. എടാ, അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ ഈസ് കോൾഡ് 1 മോൾ. അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ ഈസ് കോൾഡ് 1 മോൾ. അതാണ് ഒരു ഡയലോഗ്. രണ്ടാമത്തെ ഒരു ഡയലോഗ്, ഇത് രണ്ടും സംഗതി സെയിമാ. അവഗാഡ്രോ നമ്പർ എന്താണെന്നൊക്കെ അവിടെ വെറുതെ എഴുതി വെച്ചാൽ ഒരു പൊലിവായിക്കോളും. 6.022 × 10⁻²3. എടാ, രണ്ടാമത്തെ ഡയലോഗ് എന്താ അറിയോ? 12 ഗ്രാം കാർബണിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിൻ്റെ പേരാണ് 1 മോൾ. 12 ഗ്രാം കാർബണിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് 1 മോൾ. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. 12 ഗ്രാം കാർബണിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ അങ്ങനെ ഡെഫിനിഷൻ ആകുമ്പോൾ ഒരു യൂണിഫോമിറ്റി വേണമല്ലോ. എന്താണ് 1 മോൾ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആസ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 12 ഗ്രാം കാർബൺ. 12 ഗ്രാം കാർബണിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും എണ്ണം പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് 1 മോൾ. ഈ 2 ഡയലോഗ് അവിടെ എഴുതി വെച്ചാൽ
അതിൽ നിന്ന് മാർക്ക് പോകില്ല. ഒന്നാമത്തെ മാത്രം എഴുതിയാലും മാർക്ക് പോവാറില്ല. പക്ഷേ ചില ടീച്ചേഴ്സിന് രണ്ടാമത്തെ ഡയലോഗ് തന്നെ വേണ്ടി വരും. ആറ്റം ഹാവ് വെരി സ്മോൾ മാസ്. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് അറ്റോമിക് മാസ് യൂണിറ്റ്? ഡയലോഗ് എന്തോ ആയിക്കോട്ടെ, ഞാൻ വാട്ട് ഈസ് AMU എന്നാണ് ചോദ്യം. അഥവാ ഡിഫൈൻ 1 AMU എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ 1 AMU. 1 AMUവിനെ ഡിഫൈൻ ചെയ്യുക. വളരെ ക്ലിയർ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 2 മാർക്കിലെ സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഡിഫൈൻ 1 AMU മക്കളെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചോ. ഇതാരാണെന്ന് അറിയോ? ഒരു കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. ഈ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തെ 1 2 3 4 5 6 7 8 9 10 11 12 കഷ്ണമാക്കുക. 12 ആയോ? ഇതാ ഇപ്പോൾ 12 കഷ്ണമായി. 1 2 3 4 5 6 12 കഷ്ണമാക്കി. ആരെയാണ് ഞാൻ ഇപ്പോൾ 12 കഷ്ണമാക്കിയത്? കാർബൺ 12 എന്നുള്ള ഒരു ആറ്റത്തെ 12 കഷ്ണമാക്കി. അതിലൊരു കഷ്ണത്തിൻ്റെ മാസിൻ്റെ പേരാണ് 1 AMU. ഡെഫിനിഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ വാട്ട് ഈസ് 1 AMU? ഡിഫൈൻ 1 AMU എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നല്ലേ ചോദിച്ചേ? അപ്പോൾ പറയേണ്ട മറുപടി ഇങ്ങനെയാണ്: 1 AMU is defined as the mass of 1/12th part of 1 carbon 12 atom. 1 എന്താ ഇതാ ഇപ്പോൾ ശരിയാവും. കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ 12 കഷ്ണത്തിൻ്റെ മാസിൻ്റെ പേരാണ് 1 AMU. 1 AMU എന്ന് പറഞ്ഞാൽ 1 അവഗാഡ്രോ നമ്പർ ഗ്രാം ആണ് എന്ന റിലേഷനും ഇവിടെ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് മോനെ, പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഇവിടെ ഏത് ലോ ആണ് എന്ന് പറയണം. നൈട്രജൻ്റെ മാസ് 14, നൈട്രജൻ്റെ മാസ് 14 ആകുമ്പോൾ ഓക്സിജൻ്റെ മാസ് 16 ഓക്സിജൻ്റെ മാസ് 32 ആകുന്ന ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ നൈട്രജൻ്റെ മാസ് 28 ആകുമ്പോൾ, അഥവാ നൈട്രജൻ്റെ മാസ് സെയിം ആകുമ്പോൾ ഓക്സിജൻ്റെ മാസ് ഡിഫറെൻ്റ് ആകുന്ന ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ ഇവിടെ ഉണ്ട്. സംഭവം സിമ്പിൾ അല്ലേ? 2 എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഏതാ നെയിം? ലോ ഏതാ? മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്. ഡിഫൈൻ എംപിരിക്കൽ ഫോർമുല. വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോളിക്കുലാർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. എന്താണ് എംപിരിക്കൽ ഫോർമുല? എടാ, എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെൻറ്റ്സ് ആണ്. സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റുകളുടെ സിംപ്ലസ്റ്റ് റേഷ്യോ. എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇല്ലടാ, C6H12O6, അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ അപ്പോൾ എങ്ങനെ വരിക? CH2O. അതാണ് അവരുടെ എംപിരിക്കൽ ഫോർമുല. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്, കാരണം ഇവിടെ എല്ലാത്തിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതാണ് സിംപ്ലസ്റ്റ് റേഷ്യോ. അതെങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുലയുമായിട്ട് കണക്റ്റ് ആവുന്നത്? ഞാൻ നേരത്തെ എഴുതി തന്നു. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇതാണ് ഇക്വേഷൻ. നെയിം എബവ് ലോ. ഏതാ ലോ? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലിമെന്റ്സ് ബൈ വെയിറ്റ്. എ ഗിവൺ കോമ്പൗണ്ട്, ഇവിടെ എത്ര കോമ്പൗണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്? ഒരു സിംഗിൾ കോമ്പൗണ്ടിനെ കുറിച്ചല്ലേ പറയണേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്നും പേര് പറയും. ഒന്നിലധികം കോമ്പൗണ്ട് വരികയാണെങ്കിലാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതൊരു ട്രിക്കായിട്ട് ഓർത്ത് വെച്ചോ. ഒന്നിലധികം കോമ്പൗണ്ടുകളെ കുറിച്ച് സംസാരമുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. ഒരു സിംഗിൾ കോമ്പൗണ്ടിനെ കുറിച്ചാണ് സംസാരമെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. റൈറ്റ് ദി നെയിം ഓഫ് ദി സയൻറ്റിസ്റ്റ് ഹു പ്രൊപ്പോസ്ഡ് ദിസ് ലോ. എന്താണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലോ. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലിമെന്റ്സ് ബൈ വെയിറ്റ്. ഒരു കോമ്പൗണ്ടിലെ എല്ലാ എലിമെൻറ്റുകളുടെയും റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. വെള്ളം ഫോർ എക്സാമ്പിൾ H2Oയിൽ 11% H ആണ്, ബാക്കി 89% ഓക്സിജനുമാണ്. ഇത് മാറൂലാന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും നിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും അത് മാറൂല. ഓൾവേസ് ഫിക്സ്ഡ് റേഷ്യോ ആണ്. ദിസ് ഇസ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആരാ സയൻറ്റിസ്റ്റ്? ജോസഫ് പ്രൗസ്റ്റ്. ഓർക്കുന്നില്ലേടാ? ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. അതുപോലെ പിന്നെ ആരാ? കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ് ചെയ്തത് ലാവോയിസിയർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് മൊളാലിറ്റി? ഡിഫൈൻ മൊളാലിറ്റി. മൊളാലിറ്റിയെ ഡിഫൈൻ ചെയ്യുക. എന്താ മൊളാലിറ്റി? മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ആണ്. നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ്. കഴിഞ്ഞു. ഇതിനൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയാൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം സോൾവെൻറ്റ്. ഇതാണ് മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം സോൾവെൻറ്റ്. നാളെ നിന്നോട് മൊളാരിറ്റി ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ
1 ലിറ്റർ സൊല്യൂഷൻ എന്നാക്കുക. ഈ വാക്ക് മാറ്റി കൊടുത്താൽ മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ കിട്ടും. ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 5 മോൾ ഗ്ലൂക്കോസ്. എടാ ഗ്ലൂക്കോസ് ഈ ഫോർമുല എങ്ങനെയാണ്? C6H12O6. ഒരു ഗ്ലൂക്കോസിൽ എടാ 1 ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞ്? 6 ഓക്സിജൻ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കോ. അപ്പോൾ ഇവിടെ 1 മോൾ ഗ്ലൂക്കോസ് ആണെങ്കിലോ, 1 മോൾ ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇവിടെ 6 മോൾ ഓക്സിജൻ ഉണ്ടാവും. ഇവിടെ 5 മോൾ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ 5 മോൾ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഈ 6നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30 മോൾ ഓക്സിജൻ ഉണ്ടാവും. കഴിഞ്ഞു. ഇതാണ് ചോദ്യം. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്നാ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഈ മോളിനെ ഒന്ന് കൺവേർട്ട് ചെയ്താൽ നന്നാകും. മോള് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത്രയും ആറ്റംസ് ഓഫ് ഓക്സിജൻ പ്രസൻ്റ് ആയിരിക്കും. മോൾ ഒഴിവാക്കണമെങ്കിൽ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ വാല്യൂ എടുത്ത് എഴുതുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും സെറ്റാണ്. ഫൈൻഡ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സാധനമാണ്. മോളിക്കുലർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇക്വേഷൻ. അതിൽ വാല്യൂ ഞാനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എംപിരിക്കൽ ഫോർമുല CH, മോളാർ മാസ് തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല മാസ് CHൻ്റെ മാസ് 13. 78 കട്ടായി പോയാൽ മുകളിൽ 6 എന്ന് വരും. സോ C6H6 ഇസ് ദി ആൻസർ. ക്ലാസിഫൈ ദി ഫോളോയിങ് മാറ്റർ ആസ് ഹോമോജീനിയസ് മിക്സ്ചർ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ളതാണ്. എലമെൻറ്റ് കോമ്പൗണ്ട്. ഈ എക്സാമ്പിൾ നോക്കണ്ട, ഞാൻ എല്ലാവരെയും എഴുതി തരാം. എലമെൻ്റ് ആവണമെങ്കിൽ ഒരു സിംഗിൾ എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, അതുപോലെ നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ഗോൾഡ്, സിൽവർ, ഇങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ എലമെൻ്റാണ്. കോമ്പൗണ്ട് ആണെങ്കിൽ ഒന്നിലധികം എലമെൻ്റ് അവിടെ ഉണ്ടാവണം. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, NH3, H2SO4 ഇവരൊക്കെ കോമ്പൗണ്ടാണ്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം കോൺസെൻട്രേഷൻ ഉള്ളവരാണ്. ഹോമോജീനിയസ് മിക്സ്ചർ യൂണിഫോം കോൺസെൻട്രേഷൻ. ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, ഗോൾഡ് ഓർണമെൻറ്റ്. ഗോൾഡ് വേറെ, ഗോൾഡ് ഓർണമെൻറ്റ് വേറെ. ഗോൾഡ് ഓർണമെൻ്റ് ആണെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചറാണ്. അറ്റ്മോസ്ഫിയറിക് എയർ എപ്പോഴും കാണുന്ന ആളാണ് അറ്റ്മോസ്ഫിയറിക് എയർ. ഹെറ്ററോജീനിയസിന് എക്സാമ്പിൾ, ഹെറ്ററോജീനിയസ് എങ്ങനെയാ പറയുക? എനി ടു സോളിഡ്സ്, ഏത് 2 സോളിഡുകളും ഹെറ്ററോജീനിയസ് ആണ്. ഫോർ എക്സാമ്പിൾ സാൻഡ്, മണലും അതുപോലെ പഞ്ചസാരയൊക്കെ കൂട്ടിച്ചേർത്താൽ ഹെറ്ററോജീനിയസ് ആണ്. മഡ് വാട്ടർ, ചെളിവെള്ളം, മഡ് വാട്ടർ. അതുപോലെ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം, സ്റ്റാർച്ച് സൊല്യൂഷൻ. ഇവരൊക്കെ ഹെറ്ററോജീനിയസ് ആണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഗോൾഡാണ്, ഗോൾഡ് ഓർണമെൻ്റ് അല്ല, ദാറ്റ് ഈസ് എലമെൻറ്റ്. എയർ ഹോമോജീനിയസ് മിക്സ്ചർ, മഡ് വാട്ടർ ഹെറ്ററോജീനിയസ് മിക്സ്ചർ, H2O വാട്ടർ കോമ്പൗണ്ട്. സിമ്പിൾ. കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്ക്. ബാക്കി ചാപ്റ്റേഴ്സ് വഴിയേ വരുന്നുണ്ട്. എല്ലാം ഒന്ന് ഇരുന്ന് കാണും. താങ്ക് യു.